ഇന്ന് നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഊണാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊണ് തന്നെയാണിത്. ഒരുപാട് ആളുകൾ ചെയ്യുന്ന കറികളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും ഇന്ന് എന്താ കറി ഉണ്ടാക്കുക, ഇന്ന് എന്താ കറി ഉണ്ടാക്കുന്നുള്ള ആ ഒരു സമയത്തൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഊണാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇന്ന് ഊണിനായിട്ട് ഞാൻ ആദ്യം തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള തോരനാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. 2 ചെറിയ സവാള കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലുതാണെങ്കിലും ഒന്നും മതി. ഒരുപാട് കനം കുറച്ച് മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. സവാള ആദ്യം തന്നെ ഒരുപാട് വഴറ്റിയതാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ആദ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നു മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ചേർക്കുക. കാരണം ഒരുപാട് വെന്ത് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഉള്ളി കടിക്കുന്ന സമയത്ത് പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു തോരൻ വെക്കുന്ന സമയത്ത്. കൂടുതൽ ആളുകളും സവാള അങ്ങനെ ചേർക്കാറില്ല. നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ ഒതുക്കിയിടലാണ്. പക്ഷെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസിയും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അതായത് ഒരു ഈസി തോരനായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റും ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇപ്പോൾ ഒരു ദിവസത്തേക്കുള്ള തോരൻ മൊത്തത്തിൽ വെക്കാനായിട്ടില്ല, ഒന്നേ കയ്യിലുള്ളൂ, കുറച്ച് ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ ക്യാരറ്റ് ഒറ്റയ്ക്ക് വെക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കും ബീട്രൂട്ട് കൂടെ കൂട്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടാൻ താല്പര്യമില്ലെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി കേട്ടോ. ഇതാകുമ്പം എളുപ്പത്തിൽ ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിടുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് കുക്കിംഗ് ടൈമും വേണ്ടി വരില്ല. ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഒരു ഇത്തിരി ഇഞ്ചി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഇനി ചെറിയ തീയിലിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിൽ നമുക്ക് മോരുകറി റെഡിയാക്കാം. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് തന്നെ ആയി കിട്ടിക്കോളും. വഴുതനങ്ങ ചേർത്തിട്ടുള്ള മോരുകറിയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പച്ച വഴുതനങ്ങ ഇതുപോലത്തെ നീളത്തിൽ മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് കനം കുറയേണ്ട, വഴന്നുടയാത്ത രീതിയിലുള്ള പീസായിട്ട് മുറിച്ചെടുക്കുക. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ച വഴുതനങ്ങ കൊണ്ട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനോടൊപ്പം തന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യമായിട്ട്. കാരണം വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും എരിവിന് ചേർക്കുന്നില്ല. അപ്പോൾ മോരുകറി ആകുമ്പോൾ അത്യാവശ്യം ഒരു പുളിക്കനുസരിച്ചുള്ള എരിവ് വേണം. അപ്പോൾ അതിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഇത് എണ്ണയിൽ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. എണ്ണയിൽ ഒന്നങ്ങ് വഴറ്റിയതിന് ശേഷം മോരുകറി വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. വഴുതനങ്ങ കഴിക്കാനും അതുപോലെ തന്നെ കറിയിൽ വഴുതനങ്ങ കാണുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ വഴുതനങ്ങയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു വഴുതനങ്ങ അത്രയ്ക്ക് ടേസ്റ്റ് അല്ല, എനിക്കിതാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ഫുൾ വഴുതനങ്ങ പിന്നെ ഒന്നിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും നമുക്ക് നാട്ടിൽ കിട്ടുന്ന പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, നീളത്തിലുള്ളതും ഈ ഷേപ്പിൽ തന്നെ വരുന്ന നല്ലൊരു പച്ച വഴുതനങ്ങ, അതുകൊണ്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വഴുതനങ്ങ. പക്ഷേ അതിപ്പോൾ കിട്ടിയിട്ടില്ല. ഇവിടെ ചില സമയത്തൊക്കെ വരലുണ്ട്. അപ്പോൾ ഞാനിത് എടുത്തു. ഇതും വലിയ കുഴപ്പമില്ല, എന്നാൽ അതിൻ്റെ അത്രയ്ക്ക് പോരാ, അത്രയേ ഉള്ളൂ. ഒരു ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒന്ന് വഴന്ന് വരാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ തോരൻ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തിടേണ്ട കാര്യം മറന്നു പോകരുതേ. ഞാൻ ചെറിയ തീയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊന്ന് അങ്ങ് ഇളക്കിയിട്ട് കൊടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ഒതുക്കിയിട്ടൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ചെറിയ ഉള്ളി കൂട്ടിയിട്ട് മിക്സിയിൽ ഒന്നങ്ങ് ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതാണെങ്കിലും കുഴപ്പമില്ല. എളുപ്പത്തിലാവുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ വഴുതനങ്ങ ഇടുന്നതിന് മുമ്പ് വെളിച്ചെണ്ണയിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴുതനങ്ങ ഇട്ട് കൊടുത്താലും മതിയാവും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ഒരു ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ അങ്ങ് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് മൊത്തത്തിലൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വഴുതനങ്ങ അത്യാവശ്യമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വഴന്ന് ഉടയരുത്, കാരണം തേങ്ങയിലൊക്കെ ഇരുന്നിട്ട് ഒന്നങ്ങ് തിളയ്ക്കുമ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. തോരൻ വെക്കുന്ന സമയത്ത് ഉപ്പിടേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. ഞാൻ ആദ്യം ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ വഴറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വഴുതനങ്ങയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഈ വെള്ളം ചേർത്ത് ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കുക. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും ഒരു 2-3 ചെറിയുള്ളി, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നല്ലൊരു പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ തോരൻ കറക്റ്റ് വേവായിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഓരോരുത്തർക്കും വേവിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എനിക്കൊരു ഇത്തിരി വെന്തോടെയാണ് മോൾക്കൊക്കെ ആവുന്ന സമയത്ത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വേവിച്ചിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ തോരനാകുമ്പോൾ ഒരിത്തിരി വിനാഗിരി ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ വിനാഗിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ചെറിയൊരു പുളിയോട് കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്യുന്നതിൻ്റെ ഒരു കുറച്ച് മുമ്പൊന്ന് ഇതുപോലെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ട് പിന്നെ അങ്ങ് ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. വിനാഗിരി നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ തോര റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. മോരുകറിയിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. അരയ്ക്കുന്ന സമയത്ത് തരിയൊന്നുമില്ല, നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് മോരുകറിക്ക് നല്ല ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഇതൊന്ന് ചേർത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ അത്യാവശ്യം അങ്ങ് തിളച്ച് വന്നോട്ടെ. തേങ്ങ ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മോര് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് മിക്സിയിൽ ജാറിലിട്ട് ഒന്നങ്ങ് കറക്കിയെടുക്കുക. അപ്പോൾ ഈ 1 കപ്പ് തൈര് എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുള്ള മോരാണിത്. ഇത് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തീ വളരെ കുറച്ച് വെക്കും വേണം, ഒഴിക്കുന്നതോടൊപ്പം തന്നെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത്തിരി കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളത്തിന് വരെ 1 കപ്പ് വെള്ളം തന്നെ കൂട്ടിയിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതായത് മോര് തൈരിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത്. മോര് നമ്മൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കി എടുക്കണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തീ കൂട്ടിയിടുകയും ചെയ്യരുത്. മോര് തിളക്കരുത്. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മഞ്ഞ കളർ കുറവുണ്ടെങ്കിൽ ഒരു 2 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, കറി അങ്ങ് ചൂടാകുമ്പോൾ കറക്റ്റ് കളർ വന്നോളും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. മോര് പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. സൈഡിലേക്ക് മാറ്റി വെക്കുന്നതിൽ ഒരു 1 മിനിറ്റ് കൂടെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കുക. കാരണം ആ ഒരു ചൂടുള്ള സമയത്ത് ചിലപ്പോൾ മോര് കറി പിരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് നോക്കണം. കറിയിലേക്ക് ആവശ്യമായിട്ട് കടുക് വറുത്ത് ഒഴിക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് മൊത്തത്തിൽ പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ചെറുതായി മുറിച്ചതൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോര് കറിക്ക് എപ്പോഴും വറ്റൽമുളക് ഉണ്ടായിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചതൂടെ ഇട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി ഈ സമയത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് കിട്ടുക. കറിക്ക് ഒരു നല്ല കളർ കിട്ടാൻ വേണമെന്നുണ്ടെങ്കിൽ 2 നുള്ളു മുളക് പൊടി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും, കളറും ആയിരിക്കും. എരിവിന് വേണ്ടിയിട്ടല്ല, നല്ലൊരു ആ ഒരു കളറും ഒരു മണവും കിട്ടാനായിട്ട്. ഇനി അതുപോലെ തന്നെ കായം ചേർക്കുന്നവരാണെങ്കിൽ ഒരു 2 നുള്ളു കായം കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ കറിയുടെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കടുക് വറുത്തതിൻ്റെ നല്ലൊരു മണം കറിയിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്നങ്ങ് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പാകത്തിന് കുറുകലായിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ടുള്ള മോര് കറിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ മോര് ഒഴിച്ച സമയത്ത് മോരിൻ്റെ അളവൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ കറിക്ക് ഇത്രയ്ക്കൊരു കട്ടി വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു മോരിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂടുതൽ എടുത്താൽ മതി. നമുക്കിപ്പോൾ ഇവിടെയൊക്കെ വന്ന സമയത്ത് കിട്ടുന്ന മോരും തൈരൊന്നും അത്രയ്ക്ക് പുളി ഉണ്ടാവലില്ല. അപ്പോൾ നല്ല പുളിയോട് കൂടിയിട്ടുള്ള കറി വെക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കറി വെക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസേ ആ ഒരു ഫ്രിഡ്ജിലിരിക്കുന്ന മോരെടുത്ത് പുറത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു പുളിയോട് കൂടിയിട്ടുള്ള കറി കിട്ടും. പിന്നെ ഈ ഒരു വഴുതനങ്ങ കറി നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ ആ ഒരു പച്ച വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കറിയിൽ ഇങ്ങനെ ആ ഒരു വഴുതനങ്ങ തെളിഞ്ഞ് നിൽക്കുക. ഒരു പച്ച കളറിൽ നമ്മൾ ആദ്യം എണ്ണയിലൊന്ന് വഴറ്റിയെടുത്താണ്. അപ്പോൾ കുറച്ചുകൂടെ കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മോര് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള മോര് കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് റെഡിയാക്കി വെച്ചിട്ടുള്ള തോരൻ, ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ചേന ഫ്രൈ ചെയ്തിട്ടുള്ളതുണ്ടല്ലോ, അതുകൂടെ ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കണം. പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ, പപ്പടം, അതുപോലെ തന്നെ കൊണ്ടാട്ടമുളക് വറുത്തിട്ടുള്ളത്, അതാണ് നമുക്കുള്ളത്. ഞാൻ എങ്ങനെയാണ് ചോറ് വെക്കാറുള്ളതെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാടൻ ഊണ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല ചൂടുള്ള ചോറ്, മോരുകറി, അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് തോരൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനായിരിക്കും ഇത്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ചേന വറുത്തതുണ്ട്. അതുപോലെ തന്നെ പിന്നെ അച്ചാർ, കൊണ്ടാട്ടമുളക് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഈ ഒരു രീതിയിലൊക്കെ ഊണ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. എന്നാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇന്ന് എന്താ കറി എന്നുള്ളത്. ആ ഒരു സമയത്ത് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു ഊണ് റെസിപ്പിയാണിത്. നിങ്ങൾ ചെയ്തു വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ ഊണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ.